ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. IPL 2025 തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതിനു മുന്നേ ഓരോ ടീമുകളെ പറ്റിയിട്ടുള്ള ഒരു പ്രിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 ടീമുകളെ പറ്റിയുള്ള അവലോകനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റുകളായിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദുമാണ് നമ്മളിപ്പോൾ അവലോകനം ചെയ്തിരിക്കുന്നത്. ഇനി ആ പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്ത് വന്ന നമ്മുടെ മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ആണ്. രാജസ്ഥാൻ റോയൽസിന്റെ കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ ഒരു പ്രകടനം എന്ന് പറയുന്നത് ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്രകടനമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ടീമിനെ സെറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഒരു സീസൺ വരെ അത്രത്തോളം ഒരു മികച്ച ടീമായിരുന്നു അവരുടേതെന്ന് പറയാനായിട്ട് സാധിക്കും. നമ്മൾ ഈ വർഷത്തെ ടീമിന്റെ ഒരു അവലോകനം അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആ ഒരു രാജസ്ഥാൻ റോയൽസിന്റെ ഹോം ഗ്രൗണ്ടിന്റെ പിച്ച് കണ്ടീഷനും ഒക്കെ പറയുന്നതിന് മുമ്പ് അവരുടെ ടീമിൽ നിന്ന് അവർക്ക് നഷ്ടപ്പെട്ട പ്ലേയേഴ്സിന്റെ ഒരു പേരെടുത്ത് നോക്കുകയാണെങ്കിൽ പോലും വലിയ നഷ്ടമാണ് രാജസ്ഥാന് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിൽ ഏറ്റവും വലിയ ഒരു നഷ്ടം എന്ന് പറയുന്നത് ജോസ് ബട്ട്ലറിനെ അവർക്ക് നിലനിർത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും 2 മികച്ച സ്പിന്നർമാരായിട്ടുള്ള രവിചന്ദ്രൻ അശ്വിനും ഒപ്പം തന്നെ യുസി ചഹലും, ഈ 2 സ്പിന്നർമാരെയും അവർക്ക് നിലനിർത്താനായിട്ട് സാധിച്ചില്ല. ട്രെന്റ് ബോൾട്ട് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച T20 ബോളറായിട്ടുള്ള ന്യൂസിലൻഡിന്റെ ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹത്തിനെയും നിലനിർത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ 4 പേര് എന്ന് പറയുന്നത് അവരുടെ ടീമിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന താരങ്ങളായിരുന്നു. പക്ഷെ അതിന് പകരമായിട്ട് വേറെ കുറെ താരങ്ങളെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഡെഫിനറ്റ് ആയിട്ടും കഴിഞ്ഞ ഒരു 3 വർഷത്തിൽ അവർ സെറ്റ് ചെയ്ത ടീം എന്ന് പറയുന്നത് IPLന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായിട്ട് വേണം നമുക്ക് കണക്കാക്കാനായിട്ട്. ഇനി രാജസ്ഥാൻ റോയൽസിന്റെ ഒരു ഹോം ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ജയ്പൂരിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. പലപ്പോഴും നല്ല വിക്കറ്റുകളാണെങ്കിൽ ചെറിയൊരു ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ നല്ല പിച്ചാണെങ്കിൽ ഒരുപാട് റൺസ് വരാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഒരിക്കലും ഒന്നും ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയം അല്ലെങ്കിൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് റൺസ് വരുന്ന ഗ്രൗണ്ടാണെന്ന് പറയാറുണ്ട്. ഇപ്പോൾ ചെന്നൈയുടെ ഗ്രൗണ്ട് ആയിട്ടുള്ള ചെപ്പോക്കിലേക്ക് വരുമ്പോൾ അവിടെ ഒരുപാട് റൺസ് വരുന്ന ഒരു ഗ്രൗണ്ട് അല്ല എന്ന് പറയാറുണ്ട്. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ നമ്മൾ പറയാറുണ്ട്. പക്ഷേ രാജസ്ഥാന്റെ ജയ്പൂരിലെ ഗ്രൗണ്ടിനെ പറ്റി പറയുമ്പോൾ പലപ്പോഴായിട്ട് പല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുന്ന ഗ്രൗണ്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാനില്ല. ഇനി നമ്മൾ അവരുടെ ഒരു ടീം കോമ്പിനേഷൻസിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് താരങ്ങളെ അവർക്ക് നിലനിർത്താൻ സാധിക്കാതെ പോയി. പലരെ നിലനിർത്തുകയും ചെയ്തു, പക്ഷേ പലരെ അവർക്ക് മിസ് ഔട്ട് ആവുന്നത് നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷവും അവരുടെ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വരുമ്പോൾ യശസ്വി ജയ്സ്വാൾ നല്ല ഫോമിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 3 ഫോർമാറ്റിലും ഇന്ത്യക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചർ സ്റ്റാർ എന്നുള്ള രീതിയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന താരമാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം ഡെഫിനറ്റ് ആയിട്ടും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഒരു കമ്പാനിയനായിട്ട് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക ക്യാപ്റ്റൻ ആയിട്ടുള്ള സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ T20 ഫോർമാറ്റിൽ നമ്മുടെ ഇന്ത്യൻ ടീമിന് വേണ്ടി മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഇംഗ്ലണ്ട് പരമ്പരയിൽ മാത്രമാണ് അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിയാതെ പോയത്. അതിനു മുമ്പുള്ള പരമ്പരകളിൽ പല മത്സരങ്ങളിലും നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ഏകദേശം 3 സെഞ്ചുറി ഒരു വർഷം തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ കുറിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ 2 ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ബാറ്റർമാരാണ് അവരുടെ ഓപ്പണിംഗ് സ്ലോട്ടിലുള്ളത്. ഇനി 1 ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ നിതീഷ് റാണയാണ് ജോസ് ബട്ട്ലറിന് പകരമായിട്ട് ആ ഒരു ബാറ്റിംഗ് ഓർഡറിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു താരം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിതീഷ് റാണ കഴിഞ്ഞ വർഷമൊക്കെ അദ്ദേഹം ഒരു ഇഞ്ചുറിയുടെ പിടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രത്തോളം അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. നമ്പർ 4 പൊസിഷനിലേക്ക് വരുമ്പോൾ റിയാൻ പരാഗും ഒരു വലിയ ഒരു ഇഞ്ചുറി, ഒരു പരിക്ക് കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസും വളരെ ക്രൂഷ്യലാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മികച്ച പ്രകടനം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കാഴ്ചവെക്കാൻ സാധിച്ച താരമാണ്. റിയാൻ പരാഗിന്റെ ഒരു തുടക്ക കാലഘട്ടം തൊട്ട് തന്നെ അദ്ദേഹത്തിൽ ഒരുപാട് വിശ്വാസം അർപ്പിച്ച് കൂടെ നിർത്താനായിട്ട് രാജസ്ഥാൻ റോയൽസ് ശ്രമിച്ചിട്ടുണ്ട്. നമ്പർ 5 പൊസിഷനിലേക്ക് വരുമ്പോൾ ധ്രുവ് ജൂറാണ് മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്. അദ്ദേഹത്തിനെ ഒരു 14 കോടി രൂപ എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റിലാണ് അവർ നിലനിർത്തിയത് എന്നുള്ളതാണ്. ഈ നമ്പർ 6 പൊസിഷനിലേക്ക് വരുമ്പോൾ ഫിനിഷർ ആയിട്ടുള്ള ഷിമ്രോൺ ഹെറ്റ്മെയർ ആണ്. അദ്ദേഹത്തിനെ നിലനിർത്താനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് ആ ഒരു പൊസിഷനിൽ അവർക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒരു ഫിനിഷറുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ അവർ നിലനിർത്താനായിട്ട് ശ്രമിച്ചത്. ജോസ് ബട്ട്ലറിനെ ഒഴിവാക്കിക്കൊണ്ട് ഷിമ്രോൺ ഹെറ്റ്മെയറിനെ നിലനിർത്തിയത് വലിയ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. പക്ഷേ അവർ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കുകയായിരുന്നു. ഇനി അടുത്തത് നമ്പർ 7 പൊസിഷനാണ്. അതിൽ ശുഭം ദുബെ എന്ന് പറയുന്ന ഒരു താരത്തെ ആയിരിക്കും അവർ ബാറ്റിംഗ് ഓർഡറിൽ കളിപ്പിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബാക്കപ്പ് ആയിട്ട് വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു യങ്സ്റ്റർ 13 വയസ്സുകാരൻ അവരുടെ ടീമിലുണ്ട്. ഇനീഷ്യൽ സ്റ്റേജിൽ ശുഭം ദുബെ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ നമ്പർ 8 പൊസിഷനിലേക്ക് വരുമ്പോൾ
ശ്രീലങ്കയുടെ ലെഗ് സ്പിന്നർ ആയിട്ടുള്ള വാനിന്ദു ഹസ്രംഗ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം നല്ലൊരു ലെഗ് സ്പിന്നറാണ്. നമുക്കറിയാം പലപ്പോഴും മത്സരങ്ങൾ ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു ബൗളറാണ് അദ്ദേഹം എന്നുള്ളതാണ്. നമ്പർ 9 പൊസിഷനിലേക്ക് വരുമ്പോൾ മഹീഷ് തീക്ഷണനെ ഉപയോഗിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹവും ഈ T20 മത്സരങ്ങളിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സ്പിന്നർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഉപയോഗിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഈ 2 ഫാസ്റ്റ് ബോളർമാരുടെ സ്ലോട്ടാണ് വരുന്നത്. അതിൽ കഴിഞ്ഞ വർഷം അവർക്കുണ്ടായിരുന്നത് ട്രെന്റ് ബോൾട്ടാണ്. ട്രെന്റ് ബോൾട്ടിനെ അവർ കൈവിട്ടിരിക്കുന്നു. പകരമായിട്ട് അവർ ജോഫ്ര ആർച്ചറിനെ തിരിച്ചുകൊണ്ടിരിക്കുന്നു. ജോഫ്ര ആർച്ചർ ഇതിനു മുമ്പും രാജസ്ഥാൻ റോയൽസിൽ കളിച്ചിട്ടുള്ള ഒരു താരമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പരിക്കാണെന്ന് നമുക്കറിയാം. അദ്ദേഹം ഇത്രയും മത്സരങ്ങൾ അടുപ്പിച്ച് കളിക്കാനുള്ള ഒരു കായികക്ഷമത അദ്ദേഹത്തിന് ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇനി അവസാന നമ്പർ 11 പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു ഫാസ്റ്റ് ബോളർ, ഒരു ഇന്ത്യൻ ഫാസ്റ്റ് ബോളറിനെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തുഷാർ ദേശ്പാണ്ഡെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഇമ്പാക്റ്റ് ആയിട്ട് നമ്പർ 12 പൊസിഷനിൽ, അതായത് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ സന്ദീപ് ശർമ്മയെ അവർ നിലനിർത്തിയിരുന്നു. അദ്ദേഹത്തിനെ ആ ഒരു 4 കോടി രൂപയുടെ ബ്രാക്കറ്റിലാണ് അവർ നിലനിർത്തിയത്. അതുകൊണ്ട് തന്നെ സന്ദീപ് ശർമ്മയെ ആ ഒരു പൊസിഷനിൽ ഇമ്പാക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. ഇതല്ലെങ്കിൽ ഈ ഫാസ്റ്റ് ബോളേഴ്സിന് ബാക്കപ്പ് ആയിട്ട് ആകാശ് മധുവാൾ എന്ന് പറയുന്ന, നമുക്കറിയാം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഒരു താരമാണ്. അദ്ദേഹത്തിന് ഒരു ബാക്കപ്പ് ആയിട്ട് നിലനിർത്തിയിട്ടുണ്ട്. ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ജോഫ്ര ആർച്ചറുടെ പരിക്ക് പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ പരിക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിന് ബാക്കപ്പ് ആയിട്ട് ഫസലക് ഫറൂഖി എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ ഒരു മികച്ച ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയുടെ ഒരു യങ് സെൻസേഷൻ ആയിട്ടുള്ള ക്വാന മഫാക്ക എന്ന് പറയുന്ന ബോളറാണ്. അദ്ദേഹം കഴിഞ്ഞ വർഷം IPL മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചിരുന്നെങ്കിലും ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു വളരെ വളരെ യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു താരമാണ് അധികം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൽ നിന്നെല്ലാം തിരിച്ചു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ രാജസ്ഥാൻ റോയൽസിന്റെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ശക്തി എന്ന് പറയുന്നത് അവരുടെ ആ ടോപ്പ് ഓർഡറിൽ വരുന്ന ബാറ്റർമാർ തന്നെയാണ്. സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും റിയാൻ പരാഗും സിമ്രൻ ഹെറ്റ്മയറും എല്ലാവരും തന്നെ വലിയ അടികൾ കളിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആക്രമിച്ച് കളിക്കാൻ കഴിയുന്ന ബാറ്റർമാരാണ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ചെറിയൊരു വീക്ക്നെസ് ഉണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം യുസി ചഹൽ എന്ന് പറയുന്ന ഒരു ലോകോത്തര ബൗളറാണ്. രവിചന്ദ്രൻ അശ്വിനെ അവർ മിസ് ചെയ്തിരിക്കുന്നു. പക്ഷെ അതൊരു വലിയ മിസ്സാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പകരമായിട്ട് 2 ശ്രീലങ്കൻ സ്പിന്നർമാരെയാണ് ടീമിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ വാനിന്ദു ഹസ്രംഗ എന്തൊക്കെ പറഞ്ഞാലും ഈ ഫോർമാറ്റിലെ ഏറ്റവും മികച്ച ബൗളർമാരിൽ ഒരാളാണ്. മഹീഷ് തീക്ഷണയും അതുപോലെ തന്നെയാണ്. അപ്പോൾ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ഇന്ത്യൻ സ്പിന്നർമാരെ മാറ്റിയിട്ടാണ് ശ്രീലങ്കയിൽ നിന്നുള്ള 2 സ്പിന്നർമാരെ അവർ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ വീക്ക് ലിങ്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർമാരാണ്. ഞാൻ പറഞ്ഞു ജോഫ്ര ആർച്ചർ മികച്ച രീതിയിൽ ബൗൾ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർമാരിലേക്ക് വരുമ്പോൾ തുഷാർ ദേശ്പാണ്ഡെ വിക്കറ്റ് ടേക്കിംഗ് ബൗളർ ആണെങ്കിലും ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്ന ഒരു താരമാണ് അദ്ദേഹം. ആകാശ് മധുവാളിനെ 11ൽ കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. അതുപോലെ തന്നെ സന്ദീപ് ശർമ്മ, അദ്ദേഹവും കഴിഞ്ഞ വർഷം നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ആ ഒരു പ്രകടനം തുടർന്ന് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ളതാണ്. ഇനി മിഡിൽ ഓർഡർ ബാറ്റിംഗ് നിലയിലേക്ക് വരുമ്പോൾ അവിടെ പ്രധാനമായിട്ടുള്ളത് ധ്രുവ് ജൂറലാണ്. അതുപോലെ തന്നെ ശുഭം ദുബെയാണ്. ഈ ധ്രുവ് ജൂറലിന് എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് T20 സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. ശുഭം ദുബെ താരതമ്യേന ഒരു പുതുമുഖമായ താരമാണ്. കുറച്ച് നാളുകളായിട്ട് IPL പല ടീമുകളിലായിട്ട് അദ്ദേഹം ഉണ്ടെങ്കിലും പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അല്ലെങ്കിൽ പുറത്തെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതിനുള്ള അവസരം ലഭിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു പൊസിഷൻ, നമ്പർ 7 പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. ആ പൊസിഷനിൽ വന്നിട്ട് ഒരു നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചാൽ അവിടെയും ഒരു വീക്ക് ലിങ്ക് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ഒരു ശക്തിയും ദൗർബല്യവും എന്ന് പറയുന്നത്. പക്ഷേ എന്തൊക്കെ പറയുകയാണെങ്കിലും കഴിഞ്ഞ ഒരു 2-3 വർഷം അവർ കളിച്ച ടീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം അത്രയും ശക്തമായിട്ടുള്ള ഒരു ടീമുമായിട്ടല്ല രാജസ്ഥാൻ റോയൽസ് IPL മത്സരങ്ങൾ കളിക്കാൻ ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഏതായാലും അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മലയാളി ആയിട്ടുള്ള സഞ്ജു സാംസൺ നയിക്കുന്നു എന്നുള്ളതും ഒപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച കോച്ചുമാരിൽ ഒരാളായിട്ടുള്ള രാഹുൽ ദ്രാവിഡ് അവരുടെ ടീമിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതുമാണ്. നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിന്റെ മെന്ററായിട്ട് രാഹുൽ ദ്രാവിഡ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ട് പോയപ്പോഴാണ് അവിടെ നിന്ന് വിട്ടുനിന്നത്. തിരിച്ച് ഇന്ത്യൻ ടീമിന്റെ ആ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ച് രാജസ്ഥാൻ റോയൽസിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ പോലെ ഒരു കോച്ചിന്റെ കീഴിൽ കളിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഭാഗ്യം ചെയ്ത കാര്യം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഈ വർഷമെങ്കിലും സഞ്ജു സാംസൺ ലീഡ് ചെയ്യുന്ന നമ്മുടെ രാജസ്ഥാൻ റോയൽസിന് കപ്പ് നേടാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു ടീമിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.